അല്ലാഹുവിന്റെ അനുവാദത്താൽ സ്വീകരിക്കപ്പെടുന്ന 5 ശക്തമായ ദുആകളും അമലുകളും. ഈ വീഡിയോയിൽ അല്ലാഹുവിലുള്ള പൂർണ്ണ വിശ്വാസം, തവക്കുൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നാം കണ്ടു. ഇന്ന് ഖുർആനും സ്വഹീഹ് ഹദീസുകളും അടിസ്ഥാനമാക്കിയുള്ള ദുആ സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്ന 5 ശക്തമായ ദുആകളും അമലുകളും നമുക്ക് പരിചയപ്പെടാം, ഇൻഷാ അല്ലാഹ്. 1. യൂനുസ് യുടെ ദുആ. ആദ്യത്തേത് സമുദ്രത്തിന്റെ ആഴത്തിലും തിമിംഗലത്തിന്റെ വയറ്റിലുമിരുന്ന് നബി യൂനുസ് പ്രാർത്ഥിച്ച ദുആയാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത് സുബ്ഹാനക ഇന്നി കുന്തു മിനസ് സാലിമീൻ. അർത്ഥം: നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റാരുമില്ല. നീ എത്രയോ പരിശുദ്ധനാകുന്നു. തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരുന്നു. നബി പഠിപ്പിച്ചത്, ഒരു മുസ്ലിം ഈ ദുആ ചൊല്ലി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അല്ലാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായാലും അല്ലാഹുവിന്റെ കരുണയാൽ ഈ ദുആ നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായേക്കാം. 2. അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം ഇസ്മുൽ അസം. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം ഉപയോഗിച്ച് ദുആ ചെയ്യുക എന്നതാണ്. ഒരു വ്യക്തി ദുആ ചെയ്യുന്നത് കേട്ട ശേഷം നബി പറഞ്ഞു, അവൻ അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചത്. ആ നാമം ഉപയോഗിച്ച് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു ഉത്തരം നൽകുകയും നൽകാൻ ആവശ്യപ്പെട്ടാൽ നൽകുകയും ചെയ്യുന്നു. ആ ദുആ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. നിങ്ങളുടെ ദുആകൾ ആരംഭിക്കുമ്പോൾ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. 3. തഹജ്ജുദിന്റെ അനുഗ്രഹീത സമയം. മൂന്നാമത്തേത് ഒരു പ്രത്യേക ദുആയല്ല, മറിച്ച് ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ്. രാത്രിയുടെ അവസാന 1/3 തഹജ്ജുദിന്റെ സമയം. നബി പറഞ്ഞു, രാത്രിയുടെ അവസാന 1/3 അല്ലാഹു അവന്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ ഏറ്റവും താഴെയുള്ള ആകാശത്തിലേക്ക് ഇറങ്ങിവരികയും എന്നോട് ചോദിക്കുന്നവൻ ആരാണ്? ഞാൻ അവൻ നൽകാം. എന്നോട് പാപമോചനം തേടുന്നവൻ ആരാണ്? ഞാൻ അവൻ പുറത്തുകൊടുക്കാം എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ അനുവാദത്താൽ സ്വീകരിക്കപ്പെടുന്ന 5 ശക്തമായ ദുആകളും അമലുകളും. ഈ വീഡിയോയിൽ അല്ലാഹുവിലുള്ള പൂർണ്ണ വിശ്വാസം, തവക്കുൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നാം കണ്ടു. ഇന്ന് ഖുർആനും സ്വഹീഹ് ഹദീസുകളും അടിസ്ഥാനമാക്കിയുള്ള ദുആ സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്ന 5 ശക്തമായ ദുആകളും അമലുകളും നമുക്ക് പരിചയപ്പെടാം, ഇൻഷാ അല്ലാഹ്. 1. യൂനുസ് യുടെ ദുആ. ആദ്യത്തേത് സമുദ്രത്തിന്റെ ആഴത്തിലും തിമിംഗലത്തിന്റെ വയറ്റിലുമിരുന്ന് നബി യൂനുസ് പ്രാർത്ഥിച്ച ദുആയാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത് സുബ്ഹാനക ഇന്നി കുന്തു മിനസ് സാലിമീൻ. അർത്ഥം: നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റാരുമില്ല. നീ എത്രയോ പരിശുദ്ധനാകുന്നു. തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരുന്നു. നബി പഠിപ്പിച്ചത്, ഒരു മുസ്ലിം ഈ ദുആ ചൊല്ലി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അല്ലാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായാലും അല്ലാഹുവിന്റെ കരുണയാൽ ഈ ദുആ നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായേക്കാം. 2. അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം ഇസ്മുൽ അസം. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം ഉപയോഗിച്ച് ദുആ ചെയ്യുക എന്നതാണ്. ഒരു വ്യക്തി ദുആ ചെയ്യുന്നത് കേട്ട ശേഷം നബി പറഞ്ഞു, അവൻ അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചത്. ആ നാമം ഉപയോഗിച്ച് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു ഉത്തരം നൽകുകയും നൽകാൻ ആവും. ലോകം ഉറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹൃദയം തുറന്ന് ദുആ ചെയ്യുക. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അല്ലാഹുവിന് എളുപ്പമാണ്. 4. ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലുക. നാലാമത്തേത് അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന ഇസ്തിഗ്ഫാർ ആണ്. ഇസ്തിഗ്ഫാർ പാപങ്ങൾ മായ്ക്കുക മാത്രമല്ല, അനുഗ്രഹത്തിന്റെയും ഉപജീവനവർദ്ധനയുടെയും കാരണവുമാണ്. സൂറത്ത് നൂഹിൽ അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു, അവനോട് പാപമോചനം തേടുന്നവർക്ക് സമ്പത്തും സന്താനങ്ങളും മറ്റു അനുഗ്രഹങ്ങളും നൽകുമെന്ന്. അതിനാൽ അസ്തഗ്ഫിറുല്ലാഹ് നിങ്ങളുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. 5. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അഞ്ചാമത്തേത് ദുആയുടെ തുടക്കത്തിലും അവസാനത്തിലും നബി മുഹമ്മദിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. ഉലമാക്കൾ വിശദീകരിക്കുന്നത്, ദുആ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും സ്വലാത്ത് കൊണ്ട് ചെയ്യുന്നത് ദുആ സ്വീകരിക്കപ്പെടുന്നതിനുള്ള പ്രധാന മര്യാദകളിൽ ഒന്നാണെന്നാണ്. അതിനാൽ ആദ്യം സ്വലാത്ത് ചൊല്ലുക, തുടർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയുക, അവസാനം വീണ്ടും സ്വലാത്ത് ചൊല്ലി ദുആ അവസാനിപ്പിക്കുക. ഓർമ്മിക്കൂ, ഈ 5 അമലുകൾ. യൂനുസ് യുടെ ദുആ. അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം ഉപയോഗിച്ച് ദുആ ചെയ്യുക. തഹജ്ജുദ് സമയത്ത് പ്രാർത്ഥിക്കുക. ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലുക. ദുആയുടെ തുടക്കത്തിലും അവസാനത്തിലും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഈ അമലുകൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കൂ. അല്ലാഹുവിന്റെ അനുവാദത്താൽ നിങ്ങളുടെ ജീവിതം സമാധാനവും ബറക്കത്തും കൊണ്ട് നിറയട്ടെ. ഇത്തരം പ്രയോജനപ്രദമായ ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ലാഹു നമ്മുടെ എല്ലാ ദുആകളും സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങൾ പുറത്തുതരുകയും ഇഹലോകത്തും പരലോകത്തും നന്മകൾ നൽകുകയും ചെയ്യട്ടെ.
ആമീൻ.